അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആ, നമുക്കിന്ന് തുടങ്ങല്ലേ? ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമാ വഅഫ്നാ വഖിനാ ലാ തഹമിൽനാ ഖൈറ ബിസ്സഅദ വറഹ്മതിക യാ റബ്ബ്. എന്നിട്ട് നമുക്ക് ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു? നമ്മള് ദുറുസുലക്കായതല്ലേ? ആ അതിന്റെ ബാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് തുടരല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ആ. ലൈവിലുള്ളവരൊക്കെ വോയിസ് ഓൺ ആക്കിക്കോളി. ഓക്കെ ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം വായിച്ചോ സിനാനെ. ദജ്ജാൽ ദജ്ജാൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഏത്? അല്ലേ? റെഡി അല്ലേ? കാണില്ലേ? ഇന്നലത്തെ അത്രയും ക്ലിയർ ഇല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോ ദജ്ജാലാണല്ലേ, ദജ്ജാല് കൊല്ലപ്പെടുന്ന സ്ഥലമാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, ദജ്ജാല് കൊല്ലപ്പെടുന്ന സ്ഥലം ഏതാ? ബാബുലുദ്ദീൻ വെച്ചിട്ടാണല്ലോ ദജ്ജാലിനെ കൊല്ലുക. ഇവിടെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ദജ്ജാൽ എത്ര ദിവസം ഭൂമിയിൽ താമസിക്കുന്നു? 40 ദിവസം. 40 ദിവസമാണ് താമസിക്കുക. എന്നാലേ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹു താല സംരക്ഷിക്കുന്ന ഒരു ജനത ഈസാ നബിനെ കാണും. അപ്പൊ ഈസാ നബി അവർക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. എന്താ ആ കാര്യം എന്നറിയോ? സ്വർഗത്തിന് പറ്റില്ല. ആ, അതാരാണ്? ഫിദാണ് ഊക്കിപ്പറമ്പ്. ആരാണ് ഉത്തരം പറഞ്ഞാള്? ഫിദാവും അല്ലേ? ഓക്കെ, സിനാനെ മനസ്സിലായോ എന്തിനെ കുറിച്ചാണ് ഈസാ നബി അവരോട് പറഞ്ഞു കൊടുക്കുക? സ്വർഗത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, എങ്കിൽ ദജ്ജാലിനെ കുറിച്ച് നമ്മളോട് ഒരു ചെറിയൊരു കുറിപ്പ് എഴുതാൻ പറഞ്ഞു. ദജ്ജാലിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞു. നമുക്ക് എന്താ എഴുതാൻ പറ്റുക അതില്? തടിമാടനാണ്, ആ മുടി ജട കെട്ടിയവൻ, ആ യുവകൾ, അവന്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അവൻ ഭൂമിയിൽ 40 ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാം ബാബുലുദ്ദീൻ വെച്ച് അവനെ വധിക്കപ്പെടും. 5 ഒരിക്കലായോ? ചുവപ്പ് നിറമുള്ള ഒരു യുവാവാണ്. മക്കയിലും മദീനയിലും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവൻ പ്രവേശിക്കും. അത്ഭുതങ്ങൾ കാണിക്കും. യഥാർത്ഥ മുഅ്മിനല്ലാത്തവരെല്ലാം പെടും. ഉസ്താദ് ഒരു ഇത് പറയട്ടെ, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തില്. അപ്പൊ ഇവള് പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് പരീക്ഷയ്ക്ക് നമ്മള് ഓള് എഴുതിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് 5 മാർക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് കിട്ടും. നമ്മള് കെട്ടിലും മട്ടത്തിലും ആക്കിയെന്ന് അറിയില്ലേ, ആ ഒരു സാധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ആദം നബിയുടെ സൃഷ്ടിപ്പിന്റെയും അന്ത്യനാളിന്റെയും ഇടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയും ഇല്ല എന്നല്ലേ? അത് നമ്മൾ തുടക്കത്തിൽ കൊടുക്കുക. നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ കൊടുക്കുക.
പിന്നെ അവന്റെ ശരീരരൂപമൊക്കെ പറഞ്ഞില്ല, അവൻ തടിമാടനും മുടി ജടകുത്തിയനും ഒറ്റക്കണ്ണന്, പിന്നെ ചുവപ്പ് നിറമുള്ള യുവാവാണ്, കണ്ണുകൾക്കിടയിൽ അവനക്ക് കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ വിശേഷണങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അവന് മക്കയിലും മദീനയിലും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിക്കും. പിന്നെ എന്ത് കൊടുക്കുക? അവൻ ഭൂമിയിൽ 40 ദിവസമാണ് താമസിക്കുക. ഓക്കെ. പിന്നെ എന്ത് പറയാ? അവന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു വഴിയിലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക. പിന്നെന്ത് കൊടുക്കുക? അവനെ ഈസാ നബി അലൈഹിസ്സലാം ബാബുൽ ലുദ്ദിൽ വെച്ച് എന്ത് ചെയ്യും? കൊല്ലപ്പെടും. അതോടെ കഴിഞ്ഞു. അവസാന സാധനം ഈ ദജ്ജാല് കൊല്ലപ്പെടുന്നതായിട്ട് കൊടുക്കണം നമ്മള്. ബാബുൽ ലുദ്ദിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലും. ഓക്കെ. ഈ ബാബുൽ ലുദ്ദ് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഈ ബാബുൽ ലുദ്ദ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ സ്ഥലമാണ്? എവിടെയാണ് അറിയോ? മക്കയിലാണ് ബാബുൽ ലുദ്ദ്. ഫലസ്തീനിലെ ഒരു നാടിന്റെ പേരാണല്ലേ? ഫലസ്തീനിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ബാബുൽ ലുദ്ദ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഒരു സ്ഥലമാണല്ലേ? അപ്പൊ ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീന് ഇപ്പൊ എന്ത് കഴിഞ്ഞു? യുദ്ധങ്ങളൊക്കെ ഇപ്പോ 15 മാസങ്ങൾക്ക് ശേഷം യുദ്ധമൊക്കെ അവസാനിപ്പിച്ചല്ലേ? അപ്പോ ആ ഫലസ്തീനിലെ ബാബുൽ ലുദ്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈസാ നബി ദജ്ജാലിനെ കൊല്ലട്ടോ. ഓക്കെ 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 ഓക്കെ. പിന്നെ വേറൊരു കുറിപ്പ് ഇതേപോലെ തന്നെ ദജ്ജാലിനെ കുറിച്ച് തന്നെയുള്ള മറ്റൊരു കുറിപ്പ് ഞാൻ വായിച്ചുതരാം. നമ്മളെ തുടക്കമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനും അന്ത്യനാളിനും ഇടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയുമില്ല. എല്ലാ നബിമാരും അവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ തടിമാടനും മുടി ജടകുത്തിയവനും ഒറ്റക്കണ്ണനും ചുവന്ന നിറമുള്ള യുവാവാണ്. അവന്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ മുഅ്മിനുകളും അത് വായിക്കുകയും ചെയ്യും. ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു വഴിയിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. എല്ലായിടത്തും അവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. മക്കയിലും മദീനയിലും ഒഴികെയുള്ള എല്ലാ നാട്ടിലും അവൻ പ്രവേശിക്കും. ഭൂമിയിൽ 40 ദിവസം ജീവിക്കുന്ന അവൻ പല അത്ഭുതങ്ങളും കാണിക്കും. യഥാർത്ഥ മുഅ്മിനുകൾ അല്ലാത്ത എല്ലാ ജനങ്ങളും അവനിൽ വിശ്വസിക്കും. ശേഷം ബാബുൽ ലുദ്ദിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുകയും ചെയ്യും. ഇത് നമുക്കൊന്ന് എഴുതിക്കൂടെ? ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇപ്രാവശ്യത്തെ 5 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇന്നലത്തെ ബാക്കി ദുറൂസുൽ അഖായിദല്ലേ നമ്മൾ പറയണേ? ജ മറന്നാ? അല്ലാ. അപ്പൊ നമ്മളെ പാഠപുസ്തകത്തിലുള്ള ആ കാര്യങ്ങൾ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? കുറെ കാര്യങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. എന്താണ് ഫസ്റ്റ് ആ പാഠഭാഗം എടുത്തവർക്ക് അടയാളപ്പെടുത്താം. എന്ത്? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം ആ പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ നിമിത്തങ്ങൾ പറഞ്ഞതിന് ശേഷം തന്നെ എല്ലാ നബിമാരും അവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങളില്ലേ? ദജ്ജാല് തടിമാടനാണ്, മുടി ജട കുത്തിയവനാണ്, ഒറ്റക്കണ്ണനാണ്, ചുവപ്പ് നിറമുള്ള യുവാവാണ്, അവന്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ മുഅ്മിനുകളും അത് വായിക്കും. പിന്നെ അവന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം എഴുതാം. ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു വഴിയിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. എല്ലായിടത്തും അവന് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. മക്കയിലും മദീനയിലും ഒഴികെയുള്ള എല്ലാ നാടുകളിലും അവൻ പ്രവേശിക്കും. പിന്നെ ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. അവൻ പല അത്ഭുതങ്ങളും കാണിക്കും. യഥാർത്ഥ മുഅ്മിനുകളല്ലാത്ത എല്ലാ ആളുകളും എന്ത് ചെയ്യും? അവനിൽ വിശ്വസിക്കും. ശേഷം
ഈസാ നബി അലൈഹി ഇസ്ലാം ബാബുൽ ലുദ് എന്ന് പറയുന്ന നാട്ടിൽ വെച്ച് അവനെ കൊല്ലപ്പെടുകയും ചെയ്യും. റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ 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 ഇൻഷാ അല്ലാഹ്. റിഹാൻ, റിഹാന ഇന്ന് വിഷയം ദുറൂസുൽ അഖായിദയാണ്. നിങ്ങൾ ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്നലെ നിങ്ങൾ ലീവ് ആയിരുന്നു. തുറക്കാൻ പറ്റിയില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ നേരം വൈകിയോ? ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റത്തെ ചോദ്യം പറഞ്ഞു ദജ്ജാലിനെ കുറിച്ചായോണ്ട്. അപ്പൊ ദജ്ജാലിന്റെ ആ ഓരോ വിശേഷണങ്ങളും ഇനി മസീഹുൽ ദജ്ജാലിനെ കുറിച്ച് ഇനി 5 മാർക്കിൽ എഴുതാൻ പറ്റിയാൽ ആ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേട്ടോ? ഓക്കെ. ഇനി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റെക്കോർഡ് ക്ലാസ് എടുത്തിട്ട് ഒന്ന് കേട്ടോ നോക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ രണ്ടാമത്തെ ചോദ്യം വായിച്ചോളി. അന്ത്യനാളോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം ഏത്? ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറയട്ടോ. ആയിക്കോട്ടെ. ആരാണ് ഈ സഫീന? അതാളെ ആരാ? പേരെന്താ ആളെ? എന്ത്? വേറെ ആരാണ് തോന്നുന്നു പറയുന്നത്? കേക്കണില്ല. ആൾ ഉത്തരം പറയോ? സഫീന, അതെ പേര്. ഉത്തരം അറിയോ? അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് അറിയോ? അടുത്താരാ? മുബീനക്ക് അറിയോ? മുബീന, ഈ അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം എനിക്ക് ചോദിച്ചവര് പറയട്ടെ. യമൻ. റെഡിയാണോ? ബാക്കിയുള്ളവരുടെ ചോദ്യം റെഡിയാണോ? റെഡിയാണല്ലേ? ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ അന്ത്യനാളിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും ഉണ്ടാകുന്ന ഇതില്ലേ? അന്ത്യനാളിനോടനുബന്ധിച്ച് 3 ഹസ്ഫുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ? അത് എവിടൊക്കെയാ പറഞ്ഞത്? ഓർമ്മണ്ടോ? ജസി ഏതൊക്കെ? തെക്ക് വടക്കാ? കിഴക്കും പടിഞ്ഞാറും അല്ലേ? തെറ്റിപ്പോയാ? നമ്മളെ കിവിലുള്ളത് എവിടെയാണ്? നമ്മളെ കിവില പടിഞ്ഞാറല്ലേ? പടിഞ്ഞാറിന് നേരെ ഓപ്പോസിറ്റും ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മളെ കിവിലയിലും പിന്നെ പടിഞ്ഞാറിനും ഉണ്ടാവുക. അതായത് അല്ല, നമ്മളെ കിവില പടിഞ്ഞാറാണ്. പടിഞ്ഞാറിന്റെ നേരെ ഓപ്പോസിറ്റ് കിഴക്ക്. പിന്നെ നമ്മളെ കിവില ഉള്ള സ്ഥലം ഏതാണ്? ജസീറത്തുൽ അറബ് അല്ലേ? അവിടെയാണ് ഉണ്ടാവുക 3 സ്ഥലം. ഈ ഹസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം എന്താ? അതെന്താന്നറിയോ? ഹസ്ഫ് 3 ഹസ്ഫുകൾ ഉണ്ടാകുന്ന എല്ലാരും പറയുന്നുണ്ട്. എന്താണ് ഈ ഹസ്ഫ് എന്ന് പറഞ്ഞാൽ? ഭൂമി താഴ്ന്നു പോകുന്നതിനാണല്ലേ ഹസ്ഫുകൾ എന്ന് പറയാ? ഓക്കെ 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 ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം. അടുത്തെന്താ ചോദ്യം? 3ാമത്തെ ചോദ്യം വായിച്ചാണ്. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏത്? ഏതാണ് സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം? പരലോകം. പരലോകം അല്ലേ? ഓക്കെ. എന്ത്? കേട്ടില്ല. പരലോകാണല്ലേ?
നമ്മളെ മനുഷ്യന്മാരുടെ ഓരോ പ്രവർത്തനം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏതാണ്? പരലോകമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് പരലോകം അങ്ങനെ ഒരു നാടുണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഹലോ, ചോദ്യം മനസ്സിലായ? ഇല്ല. നമ്മളോട് പറഞ്ഞില്ലേ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏതാണ്? പരലോകാണെന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? പരലോകാണെന്ന് പറയാൻ കാരണം? ഇവിടെ തെറ്റൊക്കെ ചെയ്താൽ ശിക്ഷിക്കൂല, അവിടെ അതൊക്കെ ഉണ്ടാവും. അതൊരു ഇതായിട്ട് നമുക്ക് പറയാം. വേറെ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നില്ലേ, ഇവിടെ കള്ള് കുടിച്ച് കുറേ വേണ്ടാത്ത തെറ്റുകളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാള്, ഇങ്ങനെ ഒന്നും തെറ്റൊന്നും ചെയ്യാതെ നടക്കുന്ന ഒരാളും. അപ്പൊ ഇവർക്കിടയിൽ ഒരു ബാലൻസിങ് വേണ്ട, അതായത് ഒരു ന്യായം വേണ്ടേ, നീതി വേണ്ട ഇവർക്കിടയില്. ആ നീതി നടപ്പാക്കുന്ന ലോകമാണ് ഏത്? നാളെ ആഖിറത്തിലുള്ള മഹ്ശറ എന്ന് പറയുന്ന ലോകല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നാ അടുത്ത ചോദ്യം വായിക്കാം നമുക്ക്. കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ മഹാനാണ്. കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ മഹാൻ ആരാണ്? ആരാണ് കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ ആള്? അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ആണല്ലേ? ഈ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടാറുണ്ടായിരുന്നു എന്ന്. മൂപ്പര് എന്താണ് ആ ഏലസിൽ എഴുതാറുണ്ടായിരുന്നത് അതറിയോ? മൂപ്പര് ആ ഏലസിൽ എഴുതുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. മൂപ്പര് മക്കളൊക്കെ പഠിപ്പിക്കും ചെയ്യും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതാണല്ലേ ആ ഐക്കല്ലിന്റെ ഉള്ളിൽ എഴുതാറുള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് പഠിച്ചോ? ആ ദിക്ർ കാണാതെ പഠിച്ചോ? ഇനി എങ്ങാനും ആ ദിക്ർ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഹദ്ദാദ് ചെറുതായിട്ടൊന്ന് ഓർത്താ മതി കേട്ടോ. ഏത് ഹദ്ദാദിലില്ലേ ഇതിന്റെ ഈ ദിക്റിന്റെ തുടക്കം പോലെ അഊദു ബി കലിമാത്തില്ലാഹി അങ്ങനെ തുടങ്ങുന്ന ഒരു ദിക്ർ ഇല്ലേ? ആ ദിക്ർ ഓർത്താ മതി. അപ്പൊ നമുക്ക് ഇതെന്റെ ഓർമ്മ വന്നോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഏലസ് അല്ലേ എഴുതി കെട്ടിയിരുന്നത്? ഇതേപോലെ ചെയ്തിരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആര്? ഇതേപോലെ മന്ത്രിച്ചു കൊടുക്കും. ആരാ അങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്ന ആള്? ഇബ്രാഹിം നബി അങ്ങനെ ചെയ്യാറുണ്ട്. ആരെയാണ് അങ്ങനെ ചെയ്യാറ്? ഇബ്രാഹിം നബി തന്റെ കുട്ടികളായ ഇസ്മായിൽ ഇബ്രാഹിം നബിന്റെ മക്കളായ ഇസ്മായിൽ നബിയെയും ഇസാഖ് നബിയെയും ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ ദിക്ർ ചൊല്ലിയിട്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു. ഇത് നമ്മളെ മുത്തുനബിയും ചെയ്തിട്ടില്ലേ? മുത്തുനബി ചെയ്തിട്ടുണ്ട്. ആരെയും ചെയ്തത് മുത്തുനബി ഇങ്ങനെ? ഹസൻ ഹുസൈനാരല്ലേ? ഫാത്തിമ ബീവിന്റെ മക്കളായ ഹസൻ ഹുസൈനവരെ ഇതേപോലെ ചെയ്തിട്ടുണ്ടല്ലേ?
ഓക്കെ ഓക്കെ. അപ്പൊ അവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഇസ്ഹാഖ് നബിയുടെ ഉപ്പാന്റെ പേരെന്താന്ന് ചോദിക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം ചെയ്ത ഇബ്രാഹിം നബിന്ന്. റെഡി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആരെയായിരുന്നു മന്ത്രിക്കാറുണ്ടായിരുന്നത് എന്ന് ചോദിച്ചൂടെ? ഇങ്ങനെ ഈ ദിക്ർ കൊണ്ട് നബി തങ്ങൾ ആരെയായിരുന്നു മന്ത്രിക്കാറുണ്ടായിരുന്നത്? അപ്പൊ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് മന്ത്രിക്കാറുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വേറൊന്ന് ഇപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ ചോദിച്ച പോലെ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതുപോലെ തന്നെ എന്തും ചോദിക്ക. ആരാണ് ഇങ്ങനെ ഏലസാക്കി കെട്ടുന്ന ആൾ ആരാണെന്ന് ചോദിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതേപോലെ തന്നെ നമ്മളെ സ്ത്രീകൾക്കൊക്കെ പ്രസവ സംബന്ധമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ഏതോ ഖുർആനിക ആയത്തൊക്കെ എഴുതി കെട്ടാൻ വേണ്ടി കണ്ട് ആരോ പറഞ്ഞില്ലേ? ആളെ പേരെന്താന്നറിയോ? ആ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെ? പ്രസവ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം വെള്ളം ഒഴിച്ച് കുടിക്കാമെന്ന് ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ? പിന്നെ അതേപോലെ തന്നെ ആ ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് പഠിച്ചു വെച്ചൂടെ? ഏതെങ്കിലുമൊക്കെ ഒരു ആയത്ത് നമുക്ക് പഠിച്ചു വെച്ചൂടെ? ഏതൊക്കെ ആയത്താണ് അവിടെ ഉള്ളത്? അവിടെ ഏകദേശം 4 ആയത്ത് നമുക്ക് തന്നിട്ടില്ലേ? 4. അതില് 2 ആയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 2 ആയത്ത് ഏതൊക്കെ? കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹ അല്ലേ? പിന്നെ വേറൊന്ന് ഏതാ? അതന്നെ, അത് നമുക്ക് സിമ്പിൾ ആയിട്ട്, അത് രണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ? ഒന്ന് നമ്മള് നാവിന് പെട്ടെന്ന് വഴങ്ങുന്നത് നമ്മൾ നിത്യം ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, റബ്ബിസ് സമാവാതി, അതൊക്കെ നമുക്ക് നാവിന് പെട്ടെന്ന് വഴങ്ങുന്ന അക്ഷരങ്ങളുമാണ്, പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാ. അത് ദുറൂസുലൊക്കെ തന്നെ 9ാമത്തെ പാഠല്ലേ? ആ 9ാമത്തെ പാഠത്തിന്റെ അവസാനത്തില് കുറച്ച് ആയത്ത് കൊടുത്തില്ലേ? റെഡി അല്ലേ? 9ാമത്തെ പാഠം, 9ാമത്തെ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ആയത്ത് കൊടുത്തിട്ടില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ 2 ആയത്തുകൾ മാർക്ക് ചെയ്താൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 2 ആയത്താണ്. ആ രണ്ടും മാർക്ക് ചെയ്ത് വെച്ചാ? ഓക്കെ ഓക്കെ. ഇതേപോലെ തന്നെ മഹദിയായ ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ ഇല്ലേ? ആയിഷ ബീവി പറഞ്ഞ ഇതേപോലെ ഒരു സംഭവം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ ഒന്ന് ചൊല്ലിയിട്ട് റസൂലുള്ളാഹ് എന്ത് ചെയ്യാറുണ്ട്? രോഗം വന്നാൽ അങ്ങനെ മന്ത്രിക്ക റസൂലുള്ളാഹ് സ്വന്തത്തിൽ തന്നെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുഅവ്വിദത്തൈനി ഓതിയിട്ട് എന്ത് ചെയ്യാറുണ്ട് റസൂലുള്ളാഹ്? അങ്ങനെ ഒരു പ്രാവശ്യം റസൂലുള്ളാഹിക്ക് രോഗം കഠിനമായപ്പോ ആരതൊക്കെ ചെയ്തു കൊടുത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ ചെയ്തു കൊടുത്തത്? റെഡിയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ഇന്നലെ ഈ അസ്മാ ബീവി എന്ന് പറഞ്ഞ ആയിഷ ബീവിന്റെ ആരാ? സഹോദരിയാണല്ലേ? ആയിഷ ബീവിന്റെ താത്തയാണ് ആര്? അസ്മാ ബീവി അല്ലേ? ഇന്ന് അസ്മാ ബീവിന്റെ ഉപ്പാന്റെ പേരെന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ആ പാഠം ഏകദേശം നമ്മൾ പറഞ്ഞു തീർന്നു ട്ടോ. ഓക്കെ. പിന്നെ അസ്മാ ബീവിന്റെ കയ്യിലുണ്ടായിരുന്ന ജുബ്ബന്റെ കാര്യം നിങ്ങൾക്ക് അറിയൂലേ? നമ്മള് മുമ്പ് പറഞ്ഞതാണ്. ജുബ്ബ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആയിഷ ബീവി വഫാത്തായപ്പോ നബി തങ്ങളുടെ ജുബ്ബ എന്ത് ചെയ്തു? അസ്മാ ബീവി സൂക്ഷിക്കുകയും
ആ ജുബ്ബ വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം രോഗികൾക്ക് കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് എന്തിന് പ്രതീക്ഷിക്കാന്ന് പറയാം, ബറക്കത്ത് എന്ന വിഷയത്തിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ, അതായത് കുറിപ്പ് എഴുതുക. ബറക്കത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാല് നമുക്ക് എഴുതാൻ കഴിയൂല. ഇതൊക്കെ ബറക്കത്ത് എടുക്കുന്ന വിഷയല്ലേ? ആ, അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ കുറിപ്പ്, എങ്ങനെ ഒരു കുറിപ്പ് എഴുതുക? എങ്ങനെ കുറിപ്പ് എഴുതാൻ പറ്റുക? തലമുടി ചീകിക്കൊടുത്ത അബൂ ത്വൽഹ അൻസാരി റളിയല്ലാഹുവിനെ ആ തിരുകേശങ്ങൾ സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാറ് മുബാറക്ക് ബർക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ബർക്കത്ത് എപ്പോഴും ഉപയോഗിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ചെയ്ത് എന്ന് ഇമാം ദുർഖാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫ് ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ ആ ഫസ്റ്റത്തെ പാരഗ്രാഫ് നമ്മൾ നല്ലപോലെ പഠിക്കണുണ്ടാവും. ഓക്കെ. അപ്പൊ ആ പാരഗ്രാഫ് പഠിച്ചിട്ട് അവിടെ നമ്മളോട് ചോദിക്കാനുള്ള മറ്റൊരു ചാൻസ് ആണ്, തിരുകേശത്തെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിച്ചൂടെ? എന്താ പറഞ്ഞത്? ബർക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാം. ഇത് ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിതരണം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നബി തങ്ങളുടെ മുടി ബറക്കത്തിന് ഉപയോഗിക്കാനും സൂക്ഷിച്ചു വെക്കാനും കഴിയും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സുർഖാനി ഇമാം പറഞ്ഞില്ലേ? സുർഖാനി ഇമാം എന്താ പറഞ്ഞത്? നബി തങ്ങളെ ഓർക്കാനും എപ്പോഴും ഉപയോഗിക്കാനും അല്ലേ നബി തങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ? ഓക്കെ. അത് ആരാ പറഞ്ഞത്? ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു ആണല്ലേ പറഞ്ഞത്? ഓക്കെ. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളോട് പറഞ്ഞില്ലേ എന്തെന്നറിയോ? ചില വസ്തുക്കളിൽ ഖൈറും ചില വസ്തുക്കളിൽ ഷെറും ഉണ്ട്. അതിൽ തന്നെ ആന്തരികമായ എന്തുണ്ട്? പിന്നെ എന്തുണ്ട്? ആന്തരികമായ ഷെറുണ്ട്, പിന്നെ പ്രത്യക്ഷമായ ഷെറുണ്ട്. ആന്തരികമായ ഷെറിൽപ്പെട്ട രണ്ടെണ്ണം പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ അങ്ങനെ പറയണ്ട. ആന്തരികമായ ഖൈറിനെ പറ്റി പറഞ്ഞു അല്ലേ നമ്മള്? ആന്തരികമായ ഖൈറും ഷെറും ഉണ്ട്, അതേപോലെ തന്നെ പ്രത്യക്ഷമായ ഖൈറും ഷെറും ഉണ്ട്. പ്രത്യക്ഷമായ ഖൈറും ഷെറും ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? പിന്നെ മരണത്തിന് ഇടയാക്കുന്നു. അപ്പോ ആന്തരികമായോ? ആന്തരിക നിങ്ങൾക്ക് വേണ്ടി ഓക്കെ. മാഷാ അല്ലാഹ്. അപ്പൊ അത് നല്ലപോലെ നമ്മൾ പഠിക്കണം അല്ലേ? ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്ന് വായിച്ചു നോക്കാണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ സൂക്ഷിച്ച അസ്മാ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? ഓക്കെ. എന്നാ അടുത്ത ചോദ്യം പറഞ്ഞോളി. സിംഹാസനം എത്തിച്ചു എവിടെ എത്തിച്ചത്? ആസിഫ് ബിൻ ബർഖിയ
ബൈത്തുൽ മുഖദ്ദസിലാണല്ലേ എത്തിച്ചത്? എവിടുന്ന എത്തിച്ചത്? ഏത് നാട്ടിൽ നിന്ന് എത്തിച്ചേ? അല്ല, ബിൽക്കീസ് രാജ്ഞിന്റെ പേരാണ്. സബ അല്ലേ രാജ്ഞിന്റെ നാട്? ആ, സബയിൽ നിന്നാണല്ലേ? ഓക്കെ 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 ഓക്കെ. എന്നാ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോയാലോ? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ അടുത്ത ചോദ്യം വായിച്ചോളി. ഇസ്തിഗാസയെ കുറിച്ച് എന്താണ് ഇസ്തിഗാസയെ കുറിച്ച് താജുദ്ദീൻ സുബ്കി പറഞ്ഞത്? ഒരാള് പറയും. സിനാൻ പറയട്ടെ. ആ, സിനാൻ അതൊന്ന് വായിച്ച എന്താണ്? അഹ്മദ് പറഞ്ഞു, അള്ളാഹു വിലക്ക് തവസ്സുലും തശഫുഹും നടത്താമെന്നല്ലേ? ഇത് നല്ല കാര്യമാണ്. ഇത് നല്ല കാര്യമാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? തശഫുഹും നടത്താമെന്നല്ലേ? എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാല്? അറിയോ? അറിയൂലല്ലേ? സഹായ അഭ്യർത്ഥന എന്നാണ് ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം. എന്താണ്? സഹായ അഭ്യർത്ഥന. എന്താണ് ഭാഷാർത്ഥം? എന്താണ്? സഹായ അഭ്യർത്ഥന എന്നാണ് ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം. അള്ളാഹു നൽകിയ അമാനുഷിക സിദ്ധികൾ കൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ഔലിയാക്കളുടെ ഖബറിന്റെ അടുത്ത് നമ്മൾ പോവാറില്ലേ? ഇപ്പൊ കോഴിക്കോടുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് പോകുന്ന ഒരു മക്കാമാണ് CM മക്കാം, CM വലിയുള്ളാന്റെ മക്കാമ്. മലപ്പുറത്തുകാര് കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു മക്കാമാണ് മമ്പുറം, കുണ്ടൂരൊക്കെ ഉള്ള മക്കാമ് അല്ലേ? നമ്മളപ്പോ ഈ ആളുകളൊക്കെ ഖബർ ഷരീഫ് നമ്മൾ സന്ദർശിക്കാൻ പോകുമ്പോ നമുക്ക് വിശ്വാസം ഉണ്ടോ അവർക്ക് സ്വന്തത്തിൽ ഇതിനെല്ലാം കഴിയുമെന്ന്? നമുക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല. അവർക്ക് എങ്ങനെ? അല്ലാഹു തആല കൊടുത്ത ഇത് മുഖേനയാണല്ലേ അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതന്നെ കേട്ടോ ഇവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളി, ഇസ്തിഗാസ എന്താണെന്ന് എഴുതിക്കോളി. നമ്മളെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. സഹായ അഭ്യർത്ഥന എന്നാണ് ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം. സഹായ അഭ്യർത്ഥന മലയാളത്തിൽ എഴുതിച്ചാൽ മതി, പിന്നെ നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. സഹായ അഭ്യർത്ഥന എന്നാണ് ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം. അള്ളാഹു നൽകുന്ന അമാനുഷിക സിദ്ധികൾ കൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ഇസ്തിഗാസ. ഒന്നും കൂടെ പറയാ.
എന്താണ് സഹായ അഭ്യർത്ഥന എന്നാണ് ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം. എഴുതിയോ? അള്ളാഹു നൽകുന്ന അമാനുഷിക സിദ്ധികൾ കൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ഇസ്തിഗാസ. ഇത് ശിർക്കിന്റെ പരിധിയിൽ വരുകയില്ല. എഴുതിയോ? ഓക്കെ, എല്ലാരും എഴുതിയോ? എവിടെത്തി? വിശ്വാസത്തോടെ അവരോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ഇസ്തിഗാസ. ഇത് ശിർക്കിന്റെ പരിധിയിൽ വരുകയില്ല. ഇത് ശിർക്കിന്റെ പരിധിയിൽ വരുകയില്ല. എഴുതിയില്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഇസ്തിഗാസ എന്താണ് എന്ന് ഇനി ചോദിച്ചാൽ ആരും എന്ത് ചെയ്യരുത്, ഉത്തരം എഴുതാതെ ഇരിക്കരുത്. ഈ പരീക്ഷയ്ക്ക് ചിലപ്പോ ചോദിക്കും, പുസ്തകത്തിൽ ഇസ്തിഗാസനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇസ്തിഗാസ നടത്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? നീ എഴുതാൻ കഴിയാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ പറഞ്ഞത്, നമ്മളെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മള് എന്ത് ചെയ്യാ, ഈ നമ്മളിത് 8ാമത്തെ പാഠാണല്ലോ, ദുറൂസുലൊക്കെ ഇതിന്റെ 8ാമത്തെ പാഠാണല്ലോ. ഇതിൽ തന്നെ അല്ലേ നമ്മളെ ആ ഉഖബത്ത് ബിൻ ആമിറുൽ ജുഹനി തങ്ങളെ സംഭവമൊക്കെ പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡമസ്കസിൽ നിന്ന് ഷാം വിജയ സന്ദേശവുമായി മദീനയിലെത്തിയ ആ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു ഖബറിന് എടുത്ത് പോയിങ്ങാണ്ട് റസൂലുള്ളാഹിനോട് എങ്ങണ്ടുള്ള വൈദൂരം കുറച്ച് ചോദിച്ചു, ഷാമിലേക്കല്ലേ? എന്നിട്ട് മദീനയിൽ നിന്ന് സിറിയയിലേക്ക് മൂപ്പര് എത്ര കൊണ്ടാ എത്തിയത്?